വിഷ്ണു സുരേഷ്. ഏറ്റവും പ്രധാനം സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ ഏൽക്കുന്ന തിരിച്ചടി എന്നതുകൂടിയാണ്. അബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ പിന്നീട് ചില പേരുകൾ പോലും കഥാപാത്രങ്ങൾക്ക് അനുവദിക്കാത്ത നിലയിൽ സെൻസർ ബോർഡിൽ നിന്നും വെട്ടലുണ്ടാകുന്ന സാഹചര്യം ഒക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് കേരളത്തിൽ ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വരുന്നത്. അതിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ കൂടിയുള്ള തിരിച്ചടിയാണ്. കോടതി ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ കൂടി സെൻസർ ബോർഡിന്റെ മുൻപാകെ വെച്ചിട്ടുണ്ടല്ലേ, എന്തൊക്കെയാണത്? വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. വിവാദമായ കേരള സ്റ്റോറി 2-വിന്റെ റിലീസിന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണി എന്നതുൾപ്പെടെയുള്ള സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഹർജിയുമായി ചെന്ന ആളുകൾക്ക് കോടതിയുടെ ഭാഗത്തുനിന്ന് അഭിനന്ദനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇടപെടലുകളോടുകൂടിയാണ് സിനിമയുടെ റിലീസ് ഹൈക്കോടതി ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റേതല്ലാത്ത കഥ കേരളം എന്ന പേരിൽ പ്രചരിപ്പിക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ ദുഷ്ടലാക്കിനേറ്റ തിരിച്ചടി കൂടിയായി ഇത് മാറുന്നുണ്ട്. വിഷ്ണു സുരേഷിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ വിഷ്ണു, സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ ഏറ്റിരിക്കുന്ന വലിയ തിരിച്ചടിയായി കൂടി ഹൈക്കോടതിയുടെ ഇടപെടലിനെ വിലയിരുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി എമ്പുരാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ സെൻസർ ബോർഡ് സ്വീകരിച്ച നിലപാടുണ്ട്. പിന്നീട് ചില പേരുകൾ പോലും ചിത്രങ്ങൾക്ക് കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ സെൻസർ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു നടപടി നിലപാട് സ്വീകരിച്ച സെൻസർ ബോർഡാണ് കേരള സ്റ്റോറിയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ കണ്ണും പൂട്ടി നിർമ്മാതാക്കൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് അനുമതി നൽകുന്നത്. അപ്പോൾ അങ്ങനെ സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ കൂടി ഏറ്റ വലിയ തിരിച്ചടിയായി ഇത് മാറുന്നുണ്ടല്ലേ? കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് സെൻസർ ബോർഡിനോടായി പറയുന്നത്? ഉറപ്പായും സെൻസർ ബോർഡിനേറ്റ കനത്ത തിരിച്ചടിയാണ്. അതായത് ഇന്നലെ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കോടതിയിൽ ഉയർന്നു. 2 സിനിമകൾ കോടതിക്ക് മുൻപാകെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ ഉയർത്തിയത്. അതിലൊന്ന് ഹാലാണ്, മറ്റൊന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഈ 2 സിനിമകൾക്കും സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സെൻസർ സർട്ടിഫിക്കറ്റ് പോലും നൽകാതെ ആ സിനിമയുടെ റിലീസിംഗ് സെൻസർ ബോർഡ് നീട്ടിക്കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്നും കയ്യിൽ രാഗി കെട്ടിയ ദൃശ്യങ്ങൾ ഒഴിവാക്കണമെന്നും ഒക്കെ വളരെ കൃത്യമായി സെൻസർ ബോർഡ് പറഞ്ഞ് എത്രയോ കട്ടുകൾ ആ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ കാര്യം ഹർജിക്കാർ മുമ്പോട്ട്. കോടതി തന്നെ ചോദിച്ചു അത് ഏതായിരുന്നു ആ സിനിമ എന്നോ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിനെതിരെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിൽ അഡ്രസ് ചെയ്യുമ്പോൾ സെൻസർ ബോർഡിന് ഇങ്ങനെ ഒരു പ്രശ്നമായി തോന്നുന്നില്ലേ എന്ന് ബെച്ചു കുര്യൻ തോമസ് തന്നെ ഇന്നലെ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കാര്യവും ഇന്നലെ കോടതിയിൽ ഹർജിക്കാർ പരാമർശിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും CBFCക്ക് അല്ലെങ്കിൽ ആ ഘട്ടത്തിലൊക്കെ CBFCക്ക് അതെല്ലാം വലിയ പ്രശ്നമായി വരികയും ഇത്തരത്തിലൊരു സിനിമ മുന്നോട്ട് വരുമ്പോൾ ഇതിലൊരു പ്രശ്നവുമില്ല, ഇതിന് അണ്ടർ 16 അത് കോടതി വളരെ അത്ഭുതത്തോടു കൂടിയാണ് ചോദിച്ചത്. യു ഡോണ്ട് ഈവൻ ഗീവ് ആൻ എ സർട്ടിഫിക്കറ്റ് എന്നാണ് കോടതി ചോദിച്ചത്. അതായത് 16 വയസ്സിന് താഴെയുള്ള ആളുകൾക്കെല്ലാം കാണാമെന്ന് പറഞ്ഞു വളരെ സുതാര്യമായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കോടതി ഇന്നലെ നോക്കിക്കണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് CBFCക്ക് കൂടി ഏൽക്കുന്ന ഒരു കനത്ത തിരിച്ചടിയായി മാറുന്നത്. ഒപ്പം ഈ സിനിമയുടെ സെൻസറുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന നടത്തണം എന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ 16 കട്ടുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് കേവലം മാറ്റങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ CBFC ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അവർ ഒരുപക്ഷെ സ്വാഭാവികമായും നിർമ്മാതാക്കൾക്കൊപ്പമാണ് അവർ കോടതിയിൽ നിന്നത്. അവർ സിനിമ റിലീസ് ചെയ്യട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയിപ്പോൾ ഈ കോടതി ഉത്തരവിന് അവർ എങ്ങനെ റിവ്യൂവിനൊക്കെ പോകുമോ എന്നുള്ള കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. ഉറപ്പായും ഇത് CBFCക്ക് ഏറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് കേരള 2-വിന്റെ റിലീസ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും കോടതിയുടെ ഭാഗത്തും വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ആകെ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി പോയത്. മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകുന്ന സിനിമയുടെ സെൻസർ പുനഃപരിശോധിക്കണം. സിനിമയിൽ ട്രൂ ഈവൻസ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഈവൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള ആളുകളുടെ ആശങ്ക കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇവിടെ പല ആളുകളുടെയും പേരുകൾ സിനിമയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചു പോകുന്നുണ്ട് കേരളത്തിലെ. അതോടൊപ്പം തന്നെ കേരള സ്റ്റോറി എന്നാണ് ഈ സിനിമയുടെ പേര്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുകയും അതിൽ വിശദമായ വാദം കേൾക്കുകയും അതിലിപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് എത്തുകയും ചെയ്തിട്ടുള്ളത്. അത് CBFCക്കും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കൾക്കും ഏറ്റിട്ടുള്ള തിരിച്ചടിയാണ്. സംഘപരിവാർ ഹാൻഡിലുകൾക്കും ഏറ്റിട്ടുള്ള വലിയ തിരിച്ചടിയാണ്.
ഹർജിക്കാരെ അഭിനന്ദിക്കുന്ന നിലയിലേക്ക് കൂടി കോടതി കടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ വിഷ്ണു? അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ നിലയിൽ ഒരു നാടിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു, അതായിരുന്നു അതിന്റെ ഉള്ളടക്കം. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് കോടതിയിലേക്ക് എത്താൻ കാണിച്ച അവരുടെ ആ ഒരു സന്നദ്ധതയെ കൂടി കോടതി അഭിനന്ദിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു നാടിനെതിരെയുള്ള വിദ്വേഷം അത് ഏത് നിലയിൽ തടയപ്പെടേണ്ടതാണ് എന്നതിന് കൃത്യമായ സന്ദേശം കൂടി കോടതിയുടെ ആ ഇടപെടലിലുണ്ട്. തീർച്ചയായും കോടതി 2 ഹർജികളാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. ഒന്നൊരു ഫ്രെഡി എന്ന് പറയുന്ന ഒരാളാണ് ഹർജി നൽകിയത്, മറ്റൊന്ന് ഒരു ശ്രീദേവ് നമ്പൂതിരിയാണ്. 2 ഹർജികൾ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നു. 2 ഹർജികളിലും സമാനമായ ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ചിത്രത്തിന്റെ പ്രദർശനാനുമതി അത് റദ്ദ് ചെയ്യപ്പെടണം, ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയത് അത് ശരിയല്ല, അത് കേരളത്തെ ഒന്നാകെ പൊതുസമൂഹത്തിന് മുൻപിൽ സംശയ നിഴലിൽ നിർത്തുന്നു. പൊതുസമൂഹം എന്നാൽ രാജ്യവ്യാപകമായി അന്താരാഷ്ട്ര തലത്തിലൊക്കെ കേരളത്തെ സംശയ നിഴലിൽ നിർത്തുന്ന ഒരു അജണ്ടയാണ് ഈ സിനിമ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്താൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സോഷ്യൽ ഹാർമണിയും റിലീജിയസ് ഹാർമണിയും ഒക്കെ അങ്ങേയറ്റം ബാധിക്കാൻ പോകുന്ന ഒരു വിപത്തായി സിനിമ മാറും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. ആ ഹർജിക്കാരെ കൂടി കോടതി നിലവിൽ അഭിനന്ദിക്കുന്നുണ്ട്. ഇത് കേവലം സാധാരണഗതിയിൽ ഇതൊരു പ്രൈവറ്റ് ലിറ്റിഗേഷൻ ആയിട്ടൊക്കെയാണ് ഇത്തരം ഹർജികൾ വരാറുള്ളത്. പക്ഷേ ഇതിൽ അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നിർമ്മാതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതൊരു പബ്ലിക് സ്വഭാവമില്ല ഈ ഹർജിക്കുന്നുള്ളത്. പക്ഷേ അതൊരു പ്രശ്നമായി ഹൈക്കോടതി കണ്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ അവർ ഉന്നയിച്ചത് തങ്ങളുടെ ഇന്റഗ്രിറ്റിക്ക് അല്ലെങ്കിൽ ഞങ്ങളൊരു കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിൽ ജനിച്ച ഒരാളെന്ന രീതിയിൽ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ സിനിമയുടെ ആശയം പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ എങ്ങനെ ഈ സിനിമ ബാധിക്കും, ഈ സിനിമ റിലീസ് ചെയ്താൽ അവർക്കുണ്ടാകുന്ന നാണക്കേട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതെല്ലാം കോടതി പ്രഥമ ദൃഷ്ടിയാൽ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ 15 ദിവസത്തേക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ CBFCയോട് ഇതിന് സെൻസർ നൽകിയിട്ടുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം CBFC ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല. എന്തായിരിക്കും ഇനി അവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. കാരണം ഈ സിനിമ റിലീസ് ചെയ്തോട്ടെ എന്ന് നിലപാടെടുത്ത ആളുകളാണ് CBFC. സ്വാഭാവികമായി ഇനിയിപ്പോൾ അവർ ഈ സിനിമയിൽ എന്ത് മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒരു പക്ഷേ ഹൈക്കോടതിയുടെ പൂർണ്ണ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെന്താണെന്ന് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി ലഭ്യമായ ശേഷമായിരിക്കും ഏത് ഘട്ടത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് സ്റ്റേ കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവ് പുറത്തു വരണം. ഒരുപാട് IA പെറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. IA പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ അലോ ചെയ്യുകയും ചിലതൊക്കെ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിശദമായ വിധി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അസ്ലാം. തീർച്ചയായും വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരള സ്റ്റോറി 2 അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് വലിയ പോറലേൽപ്പിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിക്കൂടിയാണ് സിനിമയുടെ റിലീസ് ഹൈക്കോടതി 15 ദിവസത്തേക്ക് തടഞ്ഞത്. ഏറ്റവും വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് സെൻസർ ബോർഡിന് കൂടിയാണ്. സെൻസർ ബോർഡിനോട് വീണ്ടും ചിത്രം കാണാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിന് അനുകൂലമായ നിലയിൽ സെൻസർ ബോർഡ് ഈ അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന നടപടികൾക്ക് എതിരെയുള്ള തിരിച്ചടി കൂടിയായി ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ വിലയിരുത്തേണ്ടി വരും. വിഷ്ണു സുരേഷാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.